ഹലോ അസ്സലാമു അലൈക്കും. കടിക്കുള്ള സാധനങ്ങൾ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ തിളച്ചിക്കണ്. അങ്ങനെ അത് വാങ്ങിയൊക്കെയുള്ള പരിപാടിയാണ്. അങ്ങനെ ഓരോന്നോരോന്ന് സെറ്റാക്കി കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് മഞ്ചേരി ഗേൾസ് സ്കൂളിൻ്റെ ഉള്ളിലേക്കും പോകണ്ടായിരുന്നു. സാധനങ്ങൾ കണ്ട് നാളെ അവിടെ ചായ പരിപാടി ഉണ്ട്. നാളെ ടീച്ചർമാരുടെ പരീക്ഷ ഇതൊക്കെ ആയിട്ട് വരികയാണ്. ഇനി ഇറച്ചി കഴിഞ്ഞിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കാണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഓരോന്നോരോന്ന് ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാനൊന്ന് മഞ്ചേരി പോയി വന്ന് നേരം വെക്കും. അപ്പോൾ തിരക്കിലാണ്. അങ്ങനെ ഇറച്ചി കൈകളൊക്കെ കഴിഞ്ഞു കേട്ടോ. നമുക്ക് വേഗം വേവിച്ചാൽ നോക്കണം. ഇനി മക്കൂണൊന്നും കഴിക്കാം കേട്ടോ. അതുമാതിരി വേവിച്ച് വെച്ചാലേ പണികൾ കുറേ കഴിച്ചാൽ പൂള പുഴുങ്ങിയ ചെമ്പട്ട തന്നെയാണ്. അപ്പോൾ അത് ചെറുങ്ങാൻ ചുവറ്റിയാണ്ട് അതിൽ തന്നെ ഇട്ടാൽ മതി. ഒക്കെ ഇത് വേവിച്ചാലൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വെച്ചാൽ കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പിട്ടാണ്ടേ വെച്ചാൽ ചിലപ്പോഴത്തേക്ക് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടാണ് നേരെ ഇളക്കിയിട്ടാണ് അടി പിടിച്ചത്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കൂടുതൽ വേവിച്ചാലൊന്നുമില്ല കേട്ടോ. ഒന്നും തിളച്ചാൽ മതി. അപ്പോൾ അത്ര വേഗമുള്ളൂ കേട്ടോ. പൂളങ്ങനെ വേവിച്ച് വെച്ചാണ് അത് നല്ലോണം കുത്തി ഉടച്ചിട്ട് പൊടി മരുന്നാക്കുക. അങ്ങനെ നമുക്കിത് കടായി ചട്ടിയിട്ട് മിക്സ് ചെയ്യുമ്പോൾ എല്ലാം വൃത്തിയിൽ മിക്സ് ആക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താണെന്നോ ഒരു കഷ്ണം അങ്ങനെ പൊന്തി കിടക്കും. അപ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല പ്ലേറ്റിൽ ഇടുമ്പോൾ. എല്ലാവർക്കും ഇങ്ങനെ സ്പൂൺ കൊണ്ട് തോണ്ടിരുന്നാലാണ് ആഗ്രഹം. അതുകൊണ്ട് ഇങ്ങനെ എല്ലാം ഉടച്ചിട്ട് നമ്മൾ ശരിയാക്കുക. പാതിരാക്കിളി ഒരു പാൽക്കടൽ കിളി ഓണമായിതാ തിരുവോണമായിതാ പാടിയാടിവാ പുലിമേടിറങ്ങിവാ പൂവുനുള്ളിവാ മലർക്കാവിലൂടവാ കാറ്റിലാടുമീ മുളക്കാട്ടിനുള്ളിൽ ഓണവിളി മുഴങ്ങുന്നു. പാതിരാക്കിളി ഒരു പാൽക്കടൽ കിളി ഓണനാളിനി കഥയൊന്നു ചൊല്ലിവാ. പൂള സെറ്റാക്കണ്ട, ഇതുവരെ ഉടക്കണമല്ലോ. അങ്ങനെ ഉടച്ചാൽ മതി. നല്ല ചിക്കൻ മഞ്ഞപ്പൊടി കിട്ടാണ് വേവിച്ച് വെച്ചതാട്ടത്. അങ്ങനെ ഓരോ ഐറ്റം മാറ്റി പീസ് വേവിച്ച് വെച്ചിക്കണം കേട്ടോ. ഇറച്ചിന് ലാസ്റ്റാണ് വെച്ചത്. അതിന് അക്കംപോലെ തിളച്ച് വന്നിട്ട് എഴുതിയിട്ട് അങ്ങനെ ഇങ്ങനെ തിളച്ചുകൊണ്ട് നിൽക്കുകയാണ്. കുറച്ച് അധികം നേരം കിടക്കണമല്ലോ, അതുകൊണ്ട് ലാസ്റ്റ് മക്കളോട് എന്ത് കേട്ടോ. ഇനി അതാണ് ഊറ്റി വെച്ചാലേ അത് കഴിഞ്ഞല്ലോ. ഞാൻ ചുക്കാപ്പ് റെഡിയാക്കി കേട്ടോ. ഞാൻ ഫ്ലാസ്കൊക്കെ വയ്ക്കുക നേരെ കൊണ്ടാ റെഡിയാക്കി വെക്കുക. ഈ വീഡിയോ എത്ര തന്നെ കേട്ടോ. ഞാൻ അടുത്ത വീഡിയോയിൽ നാളെ വരെ കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും. എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാം. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും.